ഹായ് ഓൾ വെൽക്കം ടു ആർ കെ ഫുഡ് ഫാമിലി. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ വെച്ചിട്ടുള്ള സമൂസ അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ബേസിക്കായിട്ട് മസാല തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളേ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ തല കൂടെ ചേർത്തിട്ടുണ്ട്. തല ഇതിലേക്കുള്ളതല്ല കേട്ടോ, കൂട്ടത്തിൽ ഫ്രൈ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്കിതാ ഈ പാത്രത്തിൽ കുറച്ച് അതിൻ്റെ മസാല കിടപ്പുണ്ട് കേട്ടോ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സവാള വളരെ പൊടിയായിട്ടാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അരിയുമ്പം ഇങ്ങനെ അരിയണ്ട കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കുക. ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അരിഞ്ഞ് തന്നതുകൊണ്ടാണ് ഈ ഒരു കോലത്തിലായിപ്പോയത്. അപ്പോൾ നിങ്ങൾ അരിഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിക്ക് അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണത്തിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇതൊന്ന് ചതച്ചെടുത്തതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും. ഇതുകൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേവിക്കാത്ത ഫ്രൈ ആക്കാത്ത ചെമ്മീനാണ്. അത് 2 എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ചെമ്മീനാണ് കേട്ടോ. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ എന്താണെന്ന് അറിയോ, ചെമ്മീൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ടാവും മസാലയിൽ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ഞാൻ ഈ പച്ച ചെമ്മീൻ വെച്ചിട്ട് മാത്രം സമൂസ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെമ്മീനിൽ ഓൾറെഡി ഉപ്പുണ്ട്, അത് നോക്കിയിട്ട് വേണേ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ, നമ്മൾ സമൂസക്കൊക്കെ വഴറ്റിയെടുക്കുന്ന പോലെ. ഇപ്പോൾ ഇതാ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ആ മസാല കൂടിയുള്ളതുകൊണ്ടാണ് ഈ കളറായി പോയത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടിയാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരുപാട് പൊടികളൊന്നും ചേർക്കാത്തതാട്ടോ നല്ലത്, കാരണം നമുക്ക് ആ ചെമ്മീൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് ഒത്തിരി പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി നമ്മൾ ക്രഷാക്കി എടുത്തിട്ടുള്ള ചെമ്മീന് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ്റെ മസാല ഏകദേശം സെറ്റായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാലക്ക്. ചെമ്മീൻ വെച്ച് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണല്ലോ. അപ്പം ഇതാ മസാല റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനുള്ള ബാറ്റർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സീൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കോഴിമുട്ടാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കുന്നത് 1 കപ്പ് മൈദ ആണ് കേട്ടോ. 250 ml കപ്പിന് 1 കപ്പ് മൈദ. കപ്പില്ലെങ്കിൽ ഗ്ലാസ് കണക്കിലാണെങ്കിൽ 1 ഗ്ലാസ് മൈദ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അളവിന്, അതായത് 1 കപ്പ് മൈദക്ക് 1 കപ്പ് വെള്ളം, 1 ഗ്ലാസ് മൈദക്ക് 1 ഗ്ലാസ് വെള്ളം, ആ ഒരു കണക്കിനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പാകത്തിനുള്ള അളവാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര മസാല ഉണ്ടോ അതിനനുസരിച്ച് ബാറ്റർ കൂട്ടി കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നത് കേട്ടോ. പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക, ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഇത് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ആക്കിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. തിരിച്ചിട്ടതിന് ശേഷം നമുക്കൊരു സെക്കൻഡൊക്കെ വെയിറ്റ് ആക്കിയിട്ട് അതുകൂടെ ഒന്ന് എടുത്തു മാറ്റാം പ്ലേറ്റിലേക്ക്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ പാനിൽ ഒട്ടിപ്പിടിക്കലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ആക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ ഈ ഒട്ടിപ്പിടിക്കൽ ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ വിട്ടു വന്നോളും ഈ ദോശ. ഇപ്പോൾ ഇതാ ഞാനിനി എല്ലാ ദോശയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചെമ്മീൻ വെച്ചിട്ട് എങ്ങനെയാണ് ഈ സമൂസ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മളൊരു പത്തിരി എടുക്കുക, അതായത് ഒരു ദോശ എടുക്കുക, അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ ഇഷ്ടം അത്രയും ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒന്ന് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ പറയുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. നമുക്ക് സമൂസൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ കോണാക്കി എടുത്താൽ മതി. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കുക.
എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഈ മൈദ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ഒട്ടിക്കാനായിട്ട്. മൈദയും കുറച്ച് വെള്ളം കൂടെ കലക്കി എടുത്തിട്ടുള്ളതാണ് കട്ടിക്ക്. ഒട്ടിക്കാനുള്ള ഭാഗത്തൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ കോണ് ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ അവിടെ പിടിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള മറ്റേ ഭാഗത്തേക്ക് ഇത് വെക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടിൽ നല്ലത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. ഇതിപ്പോൾ ഒരു സമൂസൻ്റെ ഒരു ആകൃതിയിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പം പെട്ടെന്ന് നമ്മൾ ഈ ദോശമാവിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് ബോക്സ് ആക്കിയിട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ബോക്സ് ആക്കിയിട്ടും എടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കാണാനൊരു വെറൈറ്റിയാണ്. പിന്നെ ഫില്ലിംഗ് ആണെങ്കിലും ചെമ്മീൻ്റെതാണെങ്കിലോ വെറൈറ്റി ആണല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നല്ല പോലെ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സമൂസൻ്റെ ഒരാകൃതിയിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നല്ല ഭംഗിയുമാണ് കാണാനായിട്ട്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇനി ഞാൻ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കുന്നത്. ആദ്യം ദോശ വെക്കുക, അതിലേക്ക് മസാല ഫില്ലാക്കുക. എന്നിട്ട് ഞാനിപ്പോൾ റൗണ്ടിലാണ് പിന്നെ മൈദ പേസ്റ്റ് തേച്ച് കൊടുക്കുന്നതാകുമ്പോൾ പിന്നെ നമുക്ക് വേറെ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. റൗണ്ടിൽ തേച്ച് കൊടുത്തിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ കോണ് പിടിച്ചിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഇനി ബാക്കിയുള്ള രണ്ട് സൈഡും ഇപ്പുറത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഒരെണ്ണം ചെയ്ത് വരുമ്പോൾ തന്നെ ബാക്കിയുള്ളതൊക്കെ ഈസി ആയിക്കോളും. ഇപ്പോൾ ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാം ഞാൻ ഇതുപോലെ ആക്കി വെക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലൊന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഇതുപോലുള്ള നല്ല നല്ല ഈസി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഇപ്പോൾ ദാ ഞാൻ എല്ലാം അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ആക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കുഞ്ഞ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം വലിയ പാൻ തന്നെ എടുക്കാനായിട്ട് നോക്കുക. അതാകുമ്പോൾ നമുക്ക് ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഇത് ഇനിയിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല വീർത്തിട്ട് വരും കേട്ടോ. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഒരു ഗോൾഡ് കളറാകുമ്പോൾ തന്നെ എടുത്ത് കോരാനായിട്ട് ശ്രമിക്കണേ, ഡാർക്ക് ആക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ തന്നെ നമുക്കിനി അടുത്തതും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ചെമ്മീനൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ചെമ്മീൻ തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് ഫിഷ് ആയാലും കുഴപ്പമില്ല. പിന്നെ ചിക്കൻ ആയാലും ബീഫ് ആയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അതൊക്കെ വെച്ച് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ചെമ്മീനൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ദാ ഞാൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നോമ്പിൻ്റെ സമയത്തല്ലേ നമ്മളിതൊക്കെ കൂടുതലായിട്ടും ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം എല്ലാവരും ഒന്ന് കൂട്ടത്തിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം. താങ്ക്